In this video, we are discussing Python dictionary. Python dictionary എന്താണെന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. Then Python dictionaries are defined within braces, with each item being a pair in the form of key values. The keys are usually in numbers or strings, and values in dictionary items can be of any data type. Python dictionaryയിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കീ വാല്യൂ പെയർ ആയിട്ടാണ്. ഒരു കീ കാണും, അതിന് കറസ്പോണ്ടിങ് വാല്യൂ കാണും. ഇനി അങ്ങനെ കോമയിട്ട് കീ വാല്യൂ പെയർ ആയിട്ട് വാല്യൂസ് സ്റ്റോർ ചെയ്യും. അത് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ബ്രേസസിനുള്ളിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ഇനി നമ്മൾ ഇപ്പോൾ ഒരു നോർമൽ ഡിക്ഷണറിയിൽ എനിക്കിപ്പം ഹെൽപ്പ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് കണ്ടുപിടിക്കണം. അപ്പം ഞാൻ ആ മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഹെൽപ്പ് എന്ന് പറയുന്ന വേർഡ് സെർച്ച് ചെയ്തിട്ട് വേണം അതിൻ്റെ മീനിങ് കണ്ടുപിടിക്കാൻ. അതുപോലെയാണ് ഏതെങ്കിലും ഒരു കീ ഉണ്ട്, ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു കീ ആണെന്ന് വിചാരിക്കുക. ആ കീ അതിന് കറസ്പോണ്ടിങ് അതിൻ്റെ മീനിങ് ഡിക്ഷണറിയിലുണ്ടല്ലോ, ആ ഡിക്ഷണറി അതാണ് വാല്യൂ. അതുപോലെയാണ് ഡേറ്റ ഈ ഡിക്ഷണറിയിൽ സേവ് ചെയ്ത് വെക്കുന്നത്. കീസ് നോർമലി സ്ട്രിങ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ നമ്പേഴ്സ് ആകാം, ചിലപ്പം സ്ട്രിങ് ആകാം. മോസ്റ്റ് ഓഫ് ദ കേസസ് അത് സ്ട്രിങ് ആയിരിക്കും. അപ്പം കീസ് ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം ഇടാൻ. The values in the dictionary items can be of any data type. ഏത് ഡേറ്റ ടൈപ്പിലുള്ള വാല്യൂ വേണമെങ്കിലും ആകാം വാല്യൂ. കീ ഒന്നുകിൽ നമ്പർ അല്ലെങ്കിൽ സ്ട്രിങ് ആയിരിക്കും. ഡേറ്റ ടൈപ്പ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത്, കീക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വാല്യൂ എന്ന് പറയുന്നത് എനി ഡേറ്റ ടൈപ്പ് ആയിരിക്കും. ആൻഡ് ഈ ഏതൊരു വാല്യൂ നമുക്ക് റെഫർ ചെയ്യണമെങ്കിൽ വാല്യൂവിനെ ചുമ്മാ പോയി പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കീ വെച്ചിട്ടാണ് അതിനെ റെഫർ ചെയ്യുന്നത്. അതായത് ഹെൽപ്പിൻ്റെ മീനിങ് നമുക്ക് ആദ്യമേ തന്നെ ഡിക്ഷണറിയിൽ നിന്ന് എടുക്കാൻ പറ്റില്ലല്ലോ. ഹെൽപ്പ് എന്ന് പറയുന്ന വേർഡ് വെച്ചിട്ടാണ് നമുക്ക് ഹെൽപ്പിൻ്റെ മീനിങ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഈച്ച് ഐറ്റം ക്യാൻ ബി റെഫേർഡ് ബൈ യൂസിങ് ദ കീ നെയിം. ഇനി എ ഡിക്ഷണറി ഈസ് എ കളക്ഷൻ വിച്ച് ഈസ് ഓർഡേർഡ്, ചേഞ്ചബിൾ ആൻഡ് ഡു നോട്ട് അലൗ ഡ്യൂപ്ലിക്കേറ്റ്സ്. ഈ പൈതൺ 3.6 മുതൽ 3.6 വരെയാണ് അൺഓർഡേർഡ് കളക്ഷനായിട്ട് ഡിക്ഷണറീനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ പൈതൺ 3.7 മുതൽ ഓർഡേർഡ് കളക്ഷനായിട്ടാണ് ഡിക്ഷണറി. ദെൻ അത് ചേഞ്ചബിൾ ആണ്, അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ഡു നോട്ട് അലൗ ഡ്യൂപ്ലിക്കേറ്റ്സ് അലൗ ചെയ്യില്ല. ഇനി നമുക്ക് ഒരു പൈതൺ ഡിക്ഷണറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മളിപ്പോൾ ഡേറ്റ, നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൻ്റെ ഡേറ്റ നമ്മൾ ഡേറ്റാബേസിൽ ഇങ്ങനെ ടേബിൾസ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇപ്പം നിങ്ങളിപ്പോൾ ഈ ടേബിൾ കൺസിഡർ ചെയ്യുക, ഡേറ്റാബേസിൽ നിന്നെല്ലാം വിടുക, വെറുതെ ടേബിൾ. ഈ ടേബിളിൻ്റെ ഹെഡിങ് എന്താ? ബ്രാൻഡ്, മോഡൽ, ഇയർ. ഇതാണ് ഹെഡിങ്. അപ്പം ഈ ഹെഡിങ്സ് ആണ് കീസ്. ഇനി ആ ബ്രാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫോർഡ്, മുസ്റ്റാങ്, 1964 ഇതെല്ലാം വാല്യൂസ് ആണ്. അപ്പം ഈ ബ്രാൻഡ് എന്ന് പറയുന്ന കീയുടെ വാല്യൂ ആണ് ഫോർഡ്, മോഡൽ എന്ന് പറയുന്നതിൻ്റെ കീയുടെ വാല്യൂ ആണ് മുസ്റ്റാങ്, ഇയർ എന്ന് പറയുന്ന കീയുടെ വാല്യൂ ആണ് 1964 എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡിക്ഷണറി ആയിട്ട് നമ്മൾ സേവ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഡാറ്റനെ. അപ്പോൾ ഈ ടേബിൾ ഫോമിൽ ഇരിക്കുന്നതിനെ നമ്മൾ സോഫ്റ്റ്വെയറിൽ ഡിക്ഷണറി ആയിട്ട് സേവ് ചെയ്യണം. അപ്പം ദിസ് ഡിക്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് വേരിയബിളിന് പേര് കൊടുക്കുക. ദിസ് ഡിക്റ്റ് അതായത് വേരിയബിൾ നെയിം ദിസ് ഡിക്റ്റ് എന്നാണ്. അതൊരു ഡിക്ഷണറി ആയതുകൊണ്ടാണ് ഞാൻ ഡിക്റ്റ് എന്ന് കൊടുത്തത്. അങ്ങനെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. എ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എനിക്ക് കൊടുക്കാം. ഈക്വൽ ടു ഇവിടെ ഈ ഡിക്ഷണറിയിൽ വാല്യൂസ് എന്തിൻ്റെ ഉള്ളിലാണ് സേവ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ ബ്രേസസിനുള്ളിൽ. അപ്പം ബ്രേസ് ഓപ്പൺ ചെയ്തു, ബ്രാൻഡ് അതാണ് ആദ്യത്തെ കീ. അപ്പം ഞാൻ ഈ ബ്രാൻഡ് ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ ഇടാൻ കാരണം ഇതൊരു സ്ട്രിങ് ആണ്. ഇനി എന്നിട്ട് ഒരു ഫുൾ കോളൻ ഇടണം. കീ ഫുൾ കോളൻ വാല്യൂ. ഇവിടെ ഫുൾ കോളൻ ഇട്ടു. എന്നിട്ട് ഞാൻ ഇവിടെ വാല്യൂ സ്റ്റോർ ചെയ്തു. ബ്രാൻഡിൻ്റെ വാല്യൂ എന്ന് പറയുന്ന ഫോർഡാണ്, അപ്പോൾ വാല്യൂ സ്റ്റോർ ചെയ്തു. ദെൻ അടുത്തത് എന്താ? ഇവിടെ മോഡൽ എന്ന് പറയുന്ന കീ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫുൾ കോളൻ, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ മുസ്റ്റാങ്. ദെൻ അടുത്തത് ഇയർ എന്ന് പറയുന്ന കീ ആണ്, അതിന് കറസ്പോണ്ടിങ് 1964 എന്ന് പറയുന്ന ഇൻറ്റിജർ ആണ്, അതുകൊണ്ട് അതിന് ഫുൾ കോളൻ ഡബിൾ കോട്ട്സ് ഇട്ടില്ല. എന്നിട്ട് ഇതേ ഞാനിവിടെ ബ്രേസ് ക്ലോസ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേരിയബിൾ നെയിം, കീ, ഫുൾ കോളൻ, വാല്യൂ. ഇനി ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട. ദിസ് ഡിക്റ്റ് എന്ന് പറയുന്ന ഈ വേരിയബിൾ നെയിം പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് ദിസ് ഡിക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡിക്ഷണറി പ്രിന്റ് ആവും. ഇനി നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് കീ, ഡിക്ഷണറി കീസ് കാണാം. ഡിക്ഷണറി കീസിന്റെ പ്രോപ്പർട്ടീസ്, ഈ ബ്രാൻഡ്, മോഡൽ, ഇയർ അതൊക്കെയാണല്ലോ കീസ്. അതിന്റെ പറയുന്നത് നോ ഡ്യൂപ്ലിക്കേറ്റ് കീസ് ആർ അലൗഡ്. അതായത് ബ്രാൻഡ് എന്ന് ഒരു കീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ബ്രാൻഡിന് കൊടുക്കാൻ പാടില്ല.
അങ്ങനെ നമുക്ക് രണ്ട് പ്രാവശ്യം, അതായത് ഒരു റോയും കൂടി ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചോ. അപ്പോൾ ഇതിനെല്ലാം 2 വാല്യൂസ് വരുമല്ലോ. അപ്പോൾ അത് നമുക്കൊരു ലിസ്റ്റായിട്ട് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. വാല്യൂസ് എല്ലാം ലിസ്റ്റായിട്ട് കൊടുക്കാം. പക്ഷേ കീ എപ്പോഴും ഒരെണ്ണമേ കാണാവുള്ളൂ. കീസിൽ നമുക്ക് ലിസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കീ എപ്പോഴും ഒരു പേര്. പക്ഷെ വാല്യൂസ് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്കൊരു ലിസ്റ്റായിട്ടൊക്കെ അത് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. കീസ് ആർ ഇമ്മ്യൂട്ടബിൾ. കീസ് ഇമ്മ്യൂട്ടബിൾ ആണ്. ദിസ് മീൻസ് കീസ് ക്യാൻ ബി നമ്പേഴ്സ് ഓർ സ്ട്രിങ്സ്. ഇമ്മ്യൂട്ടബിൾ ആണ്, മ്യൂട്ടബിൾ അല്ല. അപ്പം അത് ചേഞ്ച് ആവില്ലാത്തൊരു കാര്യമാണ് കീസ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ലിസ്റ്റ്. കീസ് ഒരിക്കലും ലിസ്റ്റ് ആകാൻ പാടില്ല. പക്ഷെ വാല്യൂസ് ലിസ്റ്റിൽ കോമയിട്ട ഡിഫറെൻറ്റ് ഐറ്റംസ് നമുക്ക് കൊടുക്കാം. ഇനി അടുത്തത്, ഹൗ വിൽ യു ഗെറ്റ് ഓൾ വാല്യൂസ് ഫ്രം എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയിൽ നിന്ന് നമുക്ക് കീസ് ഒന്നും വേണ്ട, വാല്യൂസ് എല്ലാം കൂടി എനിക്ക് വേണം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയബിൾ നെയിം ഡോട്ട് വാല്യൂസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ. വാല്യൂസ് അല്ല, ഒരു ഡിക്ഷണറി വാല്യൂസ് എല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിക്ഷണറി നെയിം ഡോട്ട് വാല്യൂസ് ഓഫ്. ഇവിടെ നോക്കിയാൽ ദിസ് ഡിക്റ്റ് എന്നാണ് ഡിക്ഷണറിയുടെ പേര്. അതിനുള്ളിൽ ഐറ്റംസ് എല്ലാം സ്റ്റോർ ചെയ്തു കീ വാല്യൂ പെയർ ആയിട്ട്. ഇനി പ്രിന്റ് ഓഫ് ഈ ഡിക്ഷണറിയുടെ വേരിയബിൾ നെയിം എന്നാ? ദിസ് ഡിക്റ്റ് ഡോട്ട് വാല്യൂസ് ഓഫ് എന്ന് ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ഡിക്ഷണറിയിലെ എല്ലാ വാല്യൂസും പ്രിന്റ് ആയി. നെക്സ്റ്റ് വി ആർ മൂവിങ് ഓൺ ടു ഹൗ വിൽ യു ഗെറ്റ് ഓൾ കീസ് ഫ്രം എ ഡിക്ഷണറി. ഒരു ഡിക്ഷണറിയിലെ എല്ലാ കീസും കിട്ടാൻ വേണ്ടി, വാല്യൂസ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഡിക്ഷണറി നെയിം ഡോട്ട് വാല്യൂസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. ഇനി കീസ് എല്ലാം കിട്ടാൻ വേണ്ടി നമ്മൾ ഡിക്ഷണറി നെയിം ഡോട്ട് കീസ് ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ ഡിക്ഷണറി എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഇത് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ് പ്രിന്റ് ഓഫ് ദിസ് ഡിക് ഡോട്ട് കീസ് ഓഫ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഉള്ളിലെ എല്ലാ കീസും എനിക്ക് പ്രിന്റ് ആവും. വാല്യൂസ് അല്ല ഇവിടെ പ്രിന്റ് ആവുന്ന, കീസാണ് പ്രിന്റ് ആവുന്നത്. ദെൻ ബിൽറ്റ് ഇൻ ഡിക്ഷണറി ഫംഗ്ഷൻസ് വിത്ത് എക്സാമ്പിൾസ്. ഒരു 3 ഡിക്ഷണറി ഫംഗ്ഷൻസ് ആണ് നമ്മുടെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. LEN ലെങ്ത് ഓഫ് ഡിക്റ്റ്, അതായത് ഗീവ്സ് ദ ലെങ്ത് ഓഫ് ദ ഡിക്ഷണറി. നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലും ഒക്കെ പഠിച്ചതാണ്. ലെങ്ത് ഓഫ് ഡിക്ഷണറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിക്ഷണറിയിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് കിട്ടാനാണ്. ഇവിടെ എത്ര ഐറ്റംസ് ഉണ്ട്? ഡിക്റ്റ് 1ൽ എത്ര ഐറ്റംസ് ഉണ്ട്? നെയിം, ഏജ്, ഹൈറ്റ്. ഈ 3 ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ഈ 3 കീസ് അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണുള്ളത്. അപ്പോൾ 3 ഐറ്റമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് 3 ആയിരിക്കും കിട്ടുക. ഇനി str dict produces a printable string representation of dictionary. അതായത് ആ ഡിക്ഷണറി ആസച്ച് പ്രിന്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അതായത് പ്രൊഡ്യൂസസ് ഒരു സ്ട്രിംഗ് റെപ്രസെന്റേഷൻ ഓഫ് ഡിക്ഷണറി. ആ ഡിക്ഷണറി ഇപ്പം നെയിം, ടോം, ഏജ് 20, ഹൈറ്റ് 160. ഇത് പ്രിന്റ് str ഓഫ് ഡിക്റ്റ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒരു സ്ട്രിംഗ് ആക്കി അതുപോലെ തന്നെ പ്രിന്റ് ആവുന്നു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡിക്ഷണറി ഐറ്റംസിനെ എല്ലാം ഡിക്ഷണറി അല്ലാതെ ഒരു സ്ട്രിംഗ് ആയിട്ട്, ചില പ്രോഗ്രാമിൽ നമുക്ക് സ്ട്രിംഗ് ആയിട്ട് അതെല്ലാം കിട്ടേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിംഗ് ആയിട്ട് ഈ ഡിക്ഷണറിനെ കൺവേർട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ബ്രാക്കറ്റും ഈ ബ്രേസും അതിൻ്റെ ഉള്ളിലെ എല്ലാ വാല്യൂസും അതുപോലെ തന്നെ പ്രിന്റ് ആവും. ദെൻ ടൈപ്പ് ഓഫ് വേരിയബിൾ. ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ അത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടിയിട്ട്. അപ്പം ടൈപ്പ് ഓഫ് ഒരു ഡിക്ഷണറി നെയിം നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ടൈപ്പ് ഡിക്ഷണറി എന്നുള്ളതായിരിക്കും നമുക്ക് കിട്ടുന്നത്. ദ മെത്തേഡ് ടൈപ്പ് ഓഫ് റിട്ടേൺസ് ദ ടൈപ്പ് ഓഫ് ദ പാസ്റ്റ് വേരിയബിൾ. ഇഫ് ദ പാസ്റ്റ് വേരിയബിൾ ഈസ് എ ഡിക്ഷണറി then it would return a dictionary type എന്ന്. ഇപ്പൊ dict 1 is equal to name, Tom, age 20, height 160 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ടൈപ്പ് ഓഫ് dict 1 എന്ന് ഞാൻ പ്രിന്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഡിക്ഷണറി ടൈപ്പ് എന്നായിരിക്കും എനിക്ക് റിസൾട്ട് കിട്ടുക. ദെൻ ബിൽറ്റ് ഇൻ ഡിക്ഷണറി മെത്തേഡ്സ്. ഡിക്ഷണറിയുടെ കുറച്ച് ബിൽറ്റ് ഇൻ മെത്തേഡ്സ് ഒരു 6 എണ്ണമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. dict name dot clear off removes all the elements from the dictionary dict. ഈ ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലെ എല്ലാ എലിമെന്റ്സിനെയും റിമൂവ് ചെയ്യാനാണ് നമ്മൾ ഡിക്ഷണറി നെയിം ഡോട്ട് ക്ലിയർ ഓഫ്. അപ്പോൾ ബിൽറ്റ് ഇൻ മെത്തേഡ്സ് ഇൻ അത് ഫസ്റ്റ് വൺ ക്ലിയർ ഓഫ് എന്ന് പറയുന്നത്, അതായത് ഒരു ഡിക്ഷണറിയിലെ ഇതിനകത്ത് ഈ ഡിക്റ്റ് എന്ന് പറയുന്നത് ഡിക്ഷണറി നെയിമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ എന്റെ ഡിക്ഷണറിയുടെ പേര് എ ആണെങ്കിൽ എ ഡോട്ട് ക്ലിയർ ഓഫ് എന്ന് ഞാൻ കൊടുത്താൽ മതി. ഇനി ഡിക്റ്റ് ഡോട്ട് കോപ്പി ഓഫ് എന്ന് പറഞ്ഞാലോ റിട്ടേൺസ് എ കോപ്പി ഓഫ് ദ ഡിക്ഷണറി ഡിക്റ്റ്. അപ്പം ബി ഈസ് ഈക്വൽ ടു
ഡിക്റ്റ് ഡോട്ട് കോപ്പി ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലുള്ള എല്ലാ വാല്യൂസും ബി എന്ന് പറയുന്ന ഡിക്ഷണറിയിലേക്ക് കോപ്പി ആകും. ഇനി ഡിക്റ്റ് ഡോട്ട് കീസ് ഓഫ്, അതായത് അത് നമ്മൾ കീസ് ഓഫും വാല്യൂസ് ഓഫും കണ്ടതാണ്. ഡിക്ഷണറി നെയിം ഡോട്ട് കീസ് ഓഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ എന്താണ് കിട്ടുന്നത്? ആ ഡിക്ഷണറിയിലുള്ള റിട്ടേൺസ് ലിസ്റ്റ് ഓഫ് ഓൾ കീസ് ഇൻ ദ ഡിക്ഷണറി ഡിക്റ്റ്. ആ ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലെ എല്ലാ കീസിനെയും റിട്ടേൺ ചെയ്യും. ഇനി ഡിക്റ്റ് ഡോട്ട് വാല്യൂസ് ഓഫ് എന്ന് നമ്മൾ കൊടുത്താലോ, ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലെ എല്ലാ വാല്യൂസിനെയും റിട്ടേൺ ചെയ്യും. ഇനി ഡിക്റ്റ് ഡോട്ട് അപ്ഡേറ്റ് ഡിക്റ്റ് ടു എന്ന് പറഞ്ഞാലോ, ദ ഡിക്ഷണറി ടൂസ് കീ വാല്യൂ പെയർ വിൽ ബി അപ്ഡേറ്റഡ് വിത്ത് ഡിക്ഷണറി ഡിക്റ്റ്. അതായത് ഈ ഡിക്റ്റ് ടു എന്ന് പറയുന്ന ഡിക്ഷണറി ഇല്ലേ, ഈ ഡിക്റ്റ് ടൂവിലെ എല്ലാ വാല്യൂസും ഡിക്റ്റ് വണ്ണിന്റെ വാല്യൂസിന്റെ കൂടെ അപ്ഡേറ്റ് ആയിട്ട് കയറി പോകും. അതായത് ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിലെ എല്ലാ വാല്യൂസും അവിടെ കാണും, അതുപോലെ അതിന്റെ കൂടെ ഡിക്റ്റ് ടൂവിലെ വാല്യൂസും കൂടി ആഡ് ചെയ്ത് പോകും. ഇനി ഡിക്റ്റ് ഡോട്ട് ഐറ്റംസ് ഓഫ് എന്ന് പറഞ്ഞാലോ, ആ ഡിക്ഷണറിയിലെ എല്ലാ കീ വാല്യൂ പെയർസും ഒരു ടപ്പിളായിട്ട് റിട്ടേൺ ചെയ്യും. അപ്പോൾ അതിനകത്ത് എല്ലാ ഐറ്റംസും ഒരു ടപ്പിളായിട്ടായിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഡിക്റ്റ് ഡോട്ട് ഐറ്റംസ് ഓഫ് എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടപ്പിളായിട്ട് ആ ഡിക്ഷണറിയിലെ എല്ലാ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ ഡിക്ഷണറിയുടെ 2 പ്രോഗ്രാം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു സോർട്ട് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് എ ഡിക്ഷണറി ബൈ വാല്യൂ. ഡിക്ഷണറി ഐറ്റംസിന്റെ വാല്യൂവിനെ ബേസ് ചെയ്ത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും സോർട്ട് ചെയ്ത് നമുക്ക് കിട്ടണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പ്രിന്റ് ഡിക്ഷണറി ഇതാണ്. 1 കീ വാല്യൂ 1, അതിൻ്റെ വാല്യൂ 2, കീ വാല്യൂ 3, അതിൻ്റെ വാല്യൂ 4, കീ വാല്യൂ 4, അതിൻ്റെ വാല്യൂ 3, കീ വാല്യൂ 2, അതിൻ്റെ വാല്യൂ 1, കീ വാല്യൂ 0, അതിൻ്റെ വാല്യൂ 0. ഇനി ഇതിന് ഒറിജിനൽ ഡിക്ഷണറി പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റ് ഒറിജിനൽ ഡിക്ഷണറി കോമ ഡി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഡിക്ഷണറി ആസ് സച്ച് പ്രിന്റഡ് ആവും. ഇനി ഇതിനെ സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യേണ്ട ഫംഗ്ഷൻ. അപ്പോൾ ഇനി ഇതിനെ സോർട്ട് ചെയ്യണം. അപ്പോൾ സോർട്ടഡ് ഡിക്ഷണറി എന്നാണ് ആ സോർട്ട് ചെയ്ത ഡിക്ഷണറിയുടെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഇടണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനിപ്പോൾ സോർട്ടഡ് അണ്ടർസ്കോർ ഡി എന്നാണ് എന്നെ പേരിട്ടിരിക്കുന്നത്. ഈക്വൽ ടു സോർട്ടഡ് ഓഫ് ഡി ഡോട്ട് ഐറ്റംസ് ഓഫ്. ഈ ഐറ്റംസ് കീ വാല്യൂ പെയർ അതിനെല്ലാം വെച്ചിട്ട് എനിക്ക് സോർട്ടഡ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി ഡോട്ട് ഐറ്റംസ് ഓഫ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഐറ്റംസിന്റെയും ബേസിസിൽ അത് അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആവും. അപ്പം അസെൻഡിങ് ഓർഡറിൽ സോർട്ടഡ് ആകാനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് സോർട്ടഡ് ഓഫ് ഡിക്ഷണറി നെയിം ഡോട്ട് ഐറ്റംസ് ഓഫ് എന്ന് കൊടുത്താൽ മതി. ഇനി എന്നിട്ട് അതിനെ പ്രിന്റ് ചെയ്യുകയാണ്. പ്രിന്റ് ഡിക്ഷണറി ഇൻ അസെൻഡിങ് ഓർഡർ ബൈ വാല്യൂ സോർട്ടഡ് അണ്ടർസ്കോർ ഡി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിക്ഷണറി ഐറ്റംസ് എല്ലാം വാല്യൂസിന്റെ ഓർഡറിൽ സോർട്ടഡ് ആയിട്ട് കിട്ടും. ഇനി സോർട്ടഡ് ഇസ് ഈക്വൽ ടു സോർട്ടഡ് ഓഫ് ഡി ഡോട്ട് ഐറ്റംസ് ഓഫ് റിവേഴ്സ് ഇസ് കോമ റിവേഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ. ഇവിടെ നമ്മൾ അസെൻഡിങ് ഓർഡറിലാണെങ്കിൽ ഡി ഡോട്ട് ഐറ്റംസ് ഓഫ് ഡിക്ഷണറി നെയിം ഡോട്ട് ഐറ്റംസ് ഓഫ് എന്ന് മാത്രം കൊടുത്താൽ മതി. ഇനി നമുക്ക് റിവേഴ്സ് ഓർഡറിൽ സോർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡി ഡോട്ട് ഐറ്റംസ് ഓഫ് കോമ റിവേഴ്സ് ഇസ് ഈക്വൽ ടു ട്രൂ എന്ന് കൂടി കൊടുക്കണം. ഇനി ഇപ്പോൾ സോർട്ടഡ് അണ്ടർസ്കോർ ഡി എന്ന് പറയുന്ന ഡിക്ഷണറിയിലേക്ക് അത് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ടായാണ് കിട്ടിയിരിക്കുന്നത്. അതിവിടെ പ്രിന്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് ഈ പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും അത് പഠിക്കുക. ഇനി അടുത്തത് റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു മെർജ് 2 പൈത്തൺ ഡിക്ഷണറീസ്. അപ്പോൾ ഒരു 2 പൈത്തൺ ഡിക്ഷണറീസ് മെർജ് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ്. അപ്പം ഡിക്ഷണറി 1 D1 ഇസ് ഈക്വൽ ടു A 100 B 200. 2 കീസേ ഉള്ളൂ, എയും ബിയും. അതിന്റെ വാല്യൂസ് 100 ഉം 200 ആണ്. D2 എന്ന് പറയുന്നതോ X 300 Y 200. അപ്പം എക്സും വൈ എന്ന് പറയുന്ന കീസ് അതിന്റെ വാല്യൂസ് 300 and 200. ഇനി നമുക്ക് ഈ 2 ഡിക്ഷണറി ഒന്ന് പ്രിന്റ് ചെയ്തു. ഡിക്ഷണറി 1 D1, ഡിക്ഷണറി 2 D2 അത് പ്രിന്റ് ചെയ്തു. ഇനി ഡി എന്ന് പറയുന്ന വേറൊരു വേരിയബിൾ നെയിം എടുത്തു. അതായത് വേറൊരു ഡിക്ഷണറി സ്റ്റോർ ചെയ്യാൻ ഒരു വേരിയബിൾ നെയിം എടുത്തു. അതിനകത്തേക്ക് D1നെ കോപ്പി ചെയ്തു. D1 ഡോട്ട് കോപ്പി ഓഫ്. അപ്പൊ ഈ ഡി എന്ന് പറയുന്നതിനകത്ത് എന്തുണ്ട്? D1ലെ എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി D1ലെ എല്ലാ ഐറ്റംസും ഈ ഡി എന്ന് പറയുന്ന ഡിക്ഷണറിയിലുണ്ട്. ഇനി ഡി ഡോട്ട് അപ്ഡേറ്റ് ഓഫ് D2. ഈ ഡി ഇസ് ഈക്വൽ ടു D1 ഡോട്ട് കോപ്പി ഓഫ് എന്ന് കൊടുക്കണം എന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് D1 ഡോട്ട് അപ്ഡേറ്റ് ഓഫ് D2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ D2ന്റെ അവസാന ഭാഗത്തേക്ക്
D1ന്റെ അവസാന ഭാഗത്തേക്ക് D2 സ്റ്റോർഡ് ആയിക്കോളും. ഇപ്പം നമ്മളിപ്പോൾ വേറൊരു വേരിയബിളിലേക്ക് D1നെ കോപ്പി ചെയ്തു, എന്നിട്ട് കോപ്പി ചെയ്തിട്ട് d.update of D2 എന്ന് കൊടുത്തു. ഇനി ഇതിനെല്ലാം മേർജ് ചെയ്തതിനെ കിട്ടാൻ, അതായത് D1ഉം D2ഉം മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും D എന്ന് പറയുന്ന ഒരു ഡിക്ഷണറിയിലേക്ക് D1ലെ വാല്യൂസ് എല്ലാം കോപ്പി ചെയ്തത്. അപ്പം D1ന്റെ വാല്യൂസ് എല്ലാം ആസച്ച് അവിടെ ഉണ്ട്. ഇനി d.update of D2 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡിയിലേക്ക് D1ലെ എല്ലാം ഉണ്ട്, അതിന്റെ പുറകിലായിട്ട് D2ലെ എല്ലാ വാല്യൂസും എൻ്റർ ആവും. പക്ഷെ D2ലെ വാല്യൂസ് ആസച്ച് ഉണ്ട്. ഇനി നമ്മളിപ്പം ഈ D എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി മേർജ് ആയിട്ടുള്ള ഡിക്ഷണറി നമുക്ക് കിട്ടും. താങ്ക് യു.